ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ അരുൺ, ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡൈസൾഫിറം റിയാക്ഷനാണ്. മെഡിക്കൽ സൈഡിൽ സുപരിചിതമായ വേർഡാണ് ഡൈസൾഫിറം റിയാക്ഷൻ എങ്കിലും കോമൺ പബ്ലിക്കിന് അത്ര പരിചിതമായിരിക്കില്ല. ലളിതമായി പറഞ്ഞാൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന, മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കണ്ടുവരുന്ന ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ, ഒരു പ്രതിപ്രവർത്തനമാണ് ഡൈസൾഫിറം റിയാക്ഷൻ. മദ്യം ഉപയോഗിക്കുന്ന ആൾ ചില മരുന്നുകൾ അതിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകളായിട്ടുള്ള മെട്രോനിഡസോൾ, ടിനിഡസോൾ പോലുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളോ, സെഫപ്രസോൺ, സൽബാക്ടം പോലുള്ള മരുന്നുകളോ, ഗ്രീസിയോഫ്ലോവിൻ പോലുള്ള മരുന്നുകളോ ഒക്കെ ആൻറ്റി ഫംഗലായിട്ടുള്ള മരുന്നുകളോ ആൻറ്റിബയോട്ടിക്കുകളോ കോമൺ ആയിട്ട് കഴിക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. കഴിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആൽക്കഹോളിനുമായിട്ട് ഇത് പ്രതിപ്രവർത്തിച്ച് ആൽക്കഹോൾ ആൾഡിഹൈഡായിട്ട് മാറുന്ന ആൾഡിഹൈഡ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന പാത്വേനെ അത് തടഞ്ഞിട്ട് അസറ്റാൾഡിഹൈഡ് ക്രമാതീതമായ ശരീരത്തിലും രക്തത്തിലും അളവ് തോത് കൂടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിഷാംശം ശരീരത്തിൽ കലരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഛർദിയായിട്ടും നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ടും മുഖം ചുവന്നു തടുക്കുന്നതായിട്ടും BP കുറയുന്ന പോലുള്ള സിംറ്റംസ് വരാം. ഈവൻ പേഷ്യൻ്റ് സീരിയസ് ആയിട്ട് BP കുറഞ്ഞ് ഷോക്കിലേക്ക് പോകുന്ന അവസ്ഥയോ, ഈവൻ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയി വെന്റിലേറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ വരെ പോകാൻ സാധ്യതയുള്ള റിയാക്ഷനാണ് ഡൈസൾഫിറം റിയാക്ഷൻ. അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ ഏത് മരുന്ന് കഴിക്കുന്നതിന് മുന്നേയും മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ്. ഇത് കോമൺ ആയിട്ട് നമ്മൾ കാഷ്വാലിറ്റി കാണുന്നതാണ്. ചിലർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മദ്യം നിർത്താൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അതിനിടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നു, ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും മദ്യം കഴിക്കേണ്ട അവസ്ഥ വന്നാൽ, ക്രേവിങ് വന്ന് മദ്യം കഴിക്കേണ്ട അവസ്ഥ വന്നാൽ, അത് മദ്യം കഴിച്ച് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഡൈസൾഫിറം റിയാക്ഷൻ വരും. നമുക്ക് പ്രത്യേകിച്ചും അത് ക്ലിയർ ആയിട്ട് കാണാനും കഴിയും. സോ അതിന് പറയുന്ന പേരാണ് ഡൈസൾഫിറം റിയാക്ഷൻ. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഇവർക്കും പരിചയപ്പെടുത്തി തരുന്നു ഈ മരുന്ന് വിവരണ ശൃംഖലയിൽ. താങ്ക് യു.